ഇത് ഹോക്കി സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലുള്ള റോഡാണ്. ഈ റോഡിൽ കൂടെ നമുക്ക് ആശ്രാമത്തെ അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോകാം. ഈ നിൽക്കുന്നത് KTDCയുടെ തമരിൻ്റെ ഹോട്ടലാണ്. ഇവിടെ ബിയർ പാർലറൊക്കെ ഉണ്ട്. ഈ റോഡിൽ കൂടെ നമുക്ക് കായലിൻ്റെ തീരത്തോട്ട് പോകാം. ഇവിടെ 2 ബോട്ടുകളുടെ ഒരു ജെട്ടിയുണ്ട്. സാധാരണ ഹൗസ് ബോട്ടൊക്കെ പുറപ്പെടുന്നത് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹൗസ് ബോട്ട് പുറപ്പെടുന്നത് ഈ സ്ഥലത്തു നിന്നാണ്. ഈ താഴോട്ട് കുറച്ച് നടന്നാൽ മതി. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സെൻറ്റ് ഓഫ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ട് പോയാൽ ബോട്ട് ജെട്ടിയിൽ പോകാം. ബോട്ട് ജെട്ടിയിൽ നമ്മളെ ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. ആണ് അഷ്ടമുടി കായൽ. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഇപ്പോൾ ഒരു ബോട്ടേ കാണുന്നുള്ളൂ. സാധാരണ 2 ബോട്ട് ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. അത് ഓട്ടം പോയി കാണാം. ഇത് ഒരു ബൈപ്പാസ് കണക്കൊരു പാലമാണ്. തേവള്ളിയുടെ അടുത്ത് വരെ ഈ പാലം എത്തും. പക്ഷേ ഇത് ഫങ്ഷനിങ് ആയിട്ടില്ല. അതിൻ്റെ ബാക്കി പണിയും കൂടെ ഉണ്ട്. രണ്ടും ചേർത്ത് ഒരുമിച്ച് ഉൾക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ കാണുന്നതാണ് കൊല്ലത്തെ ബോട്ട് ജെട്ടി. ഇവിടെ നിന്നാണ് വാട്ടർ സർവീസുകളൊക്കെ ആരംഭിക്കുന്നത്. KSRTC പോലുള്ള വാട്ടർ അതോറിറ്റി അല്ല, ഈ ഇൻലാൻഡ് നാവിഗേഷൻ്റെ ബോട്ടുകളുണ്ട്. അത് റെഗുലർ സർവീസ് നടത്തുന്ന ബോട്ടുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അവിടെ സി അഷ്ടമുടി എന്നൊരു ബോട്ടുണ്ട്. ആ കാണുന്ന സി അഷ്ടമുടിയാന്ന് തോന്നുന്നു. അതിനകത്ത് നമുക്ക് 400 രൂപ എടുത്തു കഴിഞ്ഞാൽ 5 മണിക്കൂർ കായലിൽ കൂടെ യാത്ര ചെയ്യാം. അത് നല്ല തിരക്കുള്ളൊരു ബോട്ടാണ്. ഓപ്പോസിറ്റ് ഈ കാണുന്ന ചുവപ്പ് കാണുന്നത് അതിൻ്റെ ബോട്ട് ജെട്ടിയാണ്. ആ കാണുന്ന KSRTC ബിൽഡിങ്ങാണ്. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയൊക്കെയാണ് ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഹൗസ് ബോട്ടുകൾ നടക്കുന്നുണ്ട്. കുറേ ഹൗസ് ബോട്ടുകളൊക്കെ ഓട്ടം പോയിട്ടുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ഹൗസ് ബോട്ട്. ഇതൊറ്റ നിലയ്ക്കുള്ള ഒരു ഹൗസ് ബോട്ടാണ്. 2 നിലയില്ല. ഹൗസ് ബോട്ടിലോട്ട് കയറുന്നതിനുള്ള ഈ സ്റ്റെപ്പ് വെച്ചേക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രായവർക്കൊക്കെ കയറാൻ പ്രയാസമായിരിക്കും. അതിൻ്റെ ഈ ഭാഗത്താണ് എല്ലാവരും ഇരിക്കുന്നത്. 2 റൂം എൻ്റെ ബാക്കിലോട്ടായിട്ടുണ്ട്. ഇതാണ് ഇവിടെയാണ് നമ്മൾ ഒത്തുകൂടുന്നത് സ്ഥലം. ഈ സാഹസികമായി ഈ 2 സ്റ്റെപ്പ് കടന്ന് ഞാൻ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇത് ബോട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ ഒരു 10-40 പേർക്ക് കൂടിയിരുന്ന് സംസാരിക്കാനും ഫംഗ്ഷൻ നടത്താനൊക്കെ ഉള്ള സൗകര്യമുള്ളൊരു സ്ഥലമാണ്. 2 നില കെട്ടിടമല്ല, ഇത് ഒറ്റ നിലയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല വീതിയുണ്ട്. സാധാരണ 2 നില ഉള്ള ബോട്ടിന് വീതി ഇത്രയും കാണത്തില്ല. ഇത് നല്ല വീതിയുണ്ട്. ഇവിടെയാണ് ഡ്രൈവിംഗ് സീറ്റ്. നമുക്കിനി അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നോക്കാം. വരാന്തയാണിത്. ഇവിടെ നല്ല മണമടിക്കുന്നുണ്ട്. കിച്ചണിൽ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കോറിഡോറൊക്കെ ഈ സാധാരണ ബോട്ടിനേക്കാളും നല്ല വീതിയുണ്ട്. ഇതാണ് ഒരു റൂം. മണിച്ചിത്രത്താഴൊക്കെ ഇട്ട് കൂട്ടിയൊക്കെയാണ്. ഇവിടെ അടുത്ത റൂം ഇതാണ്. ഇവിടെ നമ്മളെ പാചകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല കിച്ചണൊക്കെ നല്ല വിശാലമായ കിച്ചണാണ്. അതൊക്കെ സാധാരണ ബോട്ടിന് ചെറിയ കിച്ചണാണ്. ഇത് നല്ല വീതിയുള്ളൊരു ബോട്ടായതുകൊണ്ട് വലുപ്പമുള്ള 3 പേരാണ് ജോലിക്കാരായിട്ടുള്ളത്. തകൃതിയായിട്ട് ഇങ്ങനെ പണി നടക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ റൂം തുറന്ന് അകത്ത് കയറി നോക്കാം. ഒരു ബെഡ്റൂം. ലൈറ്റ് ഇല്ല. ഇനി ബോട്ട് ഓടാൻ തുടങ്ങപ്പോഴേ ലൈറ്റ് വരത്തുള്ളായിരിക്കും തോന്നുന്നു. 5-8 മണാവത്തേ ഉള്ളൂ. നമ്മളിപ്പം കയറിയിട്ടേ ഉള്ളൂ. 11 മണിക്കാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ജനലൊക്കെ ഉണ്ട്. എഴിയൊക്കെ വെച്ചിട്ടുണ്ട് ജനലിന്. ജനലൊക്കെ തുറന്നിടാം നമുക്ക്. ഇതാണ് ബാത്റൂം. വിശാലമായ ബാത്റൂമാണിത്. സാധാരണ ബോട്ടിൽ ഇത്രയും വലിയ ബാത്റൂമൊന്നും കാണത്തില്ല. ചെറുതായിരിക്കും. ബാത്റൂം നല്ല വിശാലമായ ബാത്റൂമാണ്. സാധാരണ നമ്മുടെ ഹോട്ടലിലൊക്കെ ഉള്ളതൊക്കെ തന്നെയാണുള്ളത്. 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് ആദ്യം കാണുന്ന ബെഡ്റൂം ഇതാണ്. ഞാൻ കയറിയത് മറ്റതിനകത്താണ്. അത് 2ാമത്തെ ബെഡ്റൂം. ഇത് ആദ്യത്തെ ബെഡ്റൂം. അപ്പോൾ അതിനകത്തോട്ട് കയറിയാണ്. അതും നേരത്തെ ഉള്ള അതിൻ്റെ അതേ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 2 പേർക്ക് കിടക്കാം. AC ആണിത്. ഇതിൻ്റെ ബാത്റൂം അതിനൊക്കെ തന്നെ ഫെസിലിറ്റിയുള്ള ബാത്റൂം ആയിരിക്കും. എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു ഹൗസ് ബോട്ടാണിത്. ഇതിന് നമുക്ക് പെർ ഹെഡ് 1000 റുപ്പീസാണ് പറയുന്നത്. മിനിമം ഒരു 20 പേര് ഉണ്ടായിരിക്കണം.
20,000 റുപ്പീസാണ്. പിന്നെ ബാർഗെയിൻ ചെയ്തപ്പോൾ ഒരു 100 രൂപ കുറച്ച് തന്നു. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഫോൺ നമ്പറും പേരും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം.